ഇതാണ് നമ്മുടെ ഡീഹൈഡ്രേറ്റർ. ഇതിൽ വരുന്നത് 5 ട്രേ ആണ്. നമുക്ക് ജാതിക്ക അതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ചെയ്യാൻ കഴിയും. ഇത് ജിയുടെ ട്രേ ആണ്. ഇതിൽ എസ്എസിന് വരുന്നുണ്ട്. 2 ടൈപ്പ് മോഡൽ മെഷീൻ നമ്മുടെ അടുത്തുണ്ട്. ഇതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക. കാരണം ഈ മെഷീൻ ഇങ്ങനെ ഓണാക്കുന്ന വെച്ചാൽ ഇത് ആദ്യം നമ്മൾ പ്ലഗ് ചെയ്യുക. പിന്നെ വയറുണ്ടാവും, അതുപോലെ പ്ലഗ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ പ്ലഗ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ MCB ഓണാക്കുക. പിന്നെ ഈ സ്വിച്ച് നമ്മൾ കൊടുക്കുന്നത് ഹീറ്ററിന് വേണ്ടിയിട്ടാണ്. ഇത് ഓണാക്കണം. ഇപ്പോൾ നമ്മുടെ കൺട്രോളർ എടുത്തു. ഇനി കൺട്രോളറിൽ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിതിലൊരു സെറ്റ് ബട്ടൺ ഉണ്ടാവും. ഈ സെറ്റ് ബട്ടണിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വാല്യൂ കാണിക്കും. നമ്മൾ സെറ്റ് വെച്ച് കാണിക്കും, മുമ്പേ ചെയ്ത് കാണും. അപ്പോൾ ഒന്നുകൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ബാക്കോട്ട് പോകും. ഇനി ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കണം. അപ്പോൾ അങ്ങനെ ഈ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് കൂട്ടാനും പറ്റും, കുറയ്ക്കാനും കഴിയും. നമുക്ക് ജാതിക്ക വയ്ക്കുമ്പോൾ ഒരു 55 വെച്ചാൽ മതി. ജാതിപത്രിയാണെങ്കിൽ 45 മതി. അതേപോലെ തേങ്ങ വയ്ക്കുമ്പോൾ ഒരു 65 വെക്കണം. വീണ്ടും സെറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ വാല്യൂ സേവായി. ഇനി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം. ഒരു വട്ടം സെറ്റിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്കറിയാം. ഇതാണ് ഹീറ്ററിന് വേണ്ടി കൊടുക്കുന്ന ഇൻഡിക്കേഷൻ. ഇത് നമ്മളിതിൽ ടൈമർ ഉണ്ട്. ടൈമർ 1 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹീറ്റർ ഓൺ ആവും. ഉള്ളിൽ വരുന്നത് ഇതിനുള്ളിൽ ഫാനും ഹീറ്റർ കോയിലെല്ലാം വരുന്നുണ്ടാവും. ബാക്കിൽ നിന്ന് ബ്ലോ ചെയ്യുന്ന ഒരു മോഡലാണ് വരുന്നത്.